സ്വർലോകനാടന്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശമെന്ന ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ദൈവനാമത്തിൽ ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുന്നു. ടീമിൻ്റെ വന്ദനം നിങ്ങൾക്ക് വീണ്ടും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ എന്നോടൊത്ത് അല്പസമയം ഇതിനു വേണ്ടി സഹകരിക്കുക. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഭൂമിയിലെ ഏത് ശക്തി കൂടിയ ബോംബിനേക്കാൾ ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി. അത് നിങ്ങളുടെ ശരീരവും മനസ്സും ചിന്തയും പ്രശ്നങ്ങളും ഉരുക്കിക്കളയാൻ നീക്കിക്കളയാൻ അതിന് ബലമുണ്ട്, ശക്തിയുണ്ട്. അതുകൊണ്ട് ആ വചനത്തിൽ നിങ്ങൾ ബഹുമാന പുരസ്സരം സ്വീകരിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവസഭ ഇവിടെ ഉണ്ട്. ആ സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ, യേശു തന്നെ സഭയെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ഗതി, സ്ഥിതി, നില, അത് ജനം ഒന്ന് അറിയണം എന്ന് ദൈവം തീരുമാനിച്ചു. യേശു അത് ആരംഭിച്ചു. ശിഷ്യന്മാരത് കൈമാറി മേടിച്ചു. ശിഷ്യന്മാരത് ചെയ്തു. സഭയോട് ചെയ്യാൻ പറഞ്ഞു. ആ ദൈവകൽപ്പനയുടെ പുറകിൽ ഒരു ശിശു എന്ന പോലെ ഞാൻ നിന്ന് ഇതിൻ്റെ ഒരു പങ്കാളിത്തം വഹിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്ക് ശേഷം ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങളുടെ ഒരു അറിയിപ്പിൻ പങ്കാളിത്തം. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 20-ാമത്തെ വാക്യം. സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയതുകൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പി. അവൾ, അവളോട് എന്ന് പറഞ്ഞാൽ രണ്ട് പ്രയോഗങ്ങളും ഒന്ന് തന്നെ. അതൊരു വ്യക്തിയെ, ഒരു സ്ത്രീയെ കേന്ദ്രീകരിച്ച് പറഞ്ഞതല്ല. ബാബിലോൺ എന്ന സംസ്ഥാനത്തെ, പട്ടണത്തെ പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞതാകുന്നു എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ വചനം വായിച്ചു കേൾപ്പിച്ച് ഞാനത് വിശദീകരിക്കുകയുണ്ടായി. ഈ വെളിപ്പാട് പുസ്തകം 17-18 അധ്യായങ്ങളിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ അത് മനസ്സിലാകുകയും ചെയ്യും. അതുകൊണ്ട് അവളെന്നോ അവളോടെന്നോ പറഞ്ഞത് വ്യക്തിയോടല്ല, ആ ബാബൽ സംസ്ഥാനത്തെ, ബാബൽ നഗരത്തെ ചൂണ്ടിക്കൊണ്ടാണ്. അവിടെ പറഞ്ഞത് ഒരു കൂട്ടർ നിലവിളിക്കുന്നു, മറ്റൊരു കൂട്ടർ ആനന്ദിക്കണം. ആനന്ദിക്കുന്നു എന്നല്ല, ആനന്ദിക്കണം. ഒന്നുകൂടെ അതങ്ങ് വായിച്ചേ. സ്വർഗമേ, സ്വർഗമേ എന്ന് പറഞ്ഞാൽ സ്വർഗത്തോട് സംസാരിക്കുന്നതാണത്. 18:1 ബലമേറിയ ദൂതൻ വന്ന് സംസാരിച്ചതിൽ അത് അവസാനത്തേക്ക് വരുമ്പോൾ പറയുകയാണ് സ്വർഗമേ. വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ, 3 കൂട്ടം പേരെ വിളിച്ചു. വിശുദ്ധന്മാർ, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ ആയുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയതുകൊണ്ട്, ദൈവം പ്രതികാരം നടത്തിയതുകൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പിൻ. നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിവിധ നിലകളിൽ പീഡിപ്പിച്ചിരുന്ന, ഉപദ്രവിച്ചിരുന്ന, പല നിലകളിലും നിങ്ങളെ അപകരിച്ചിരുന്ന ആ വിഷയത്തിന് ദൈവം മറുപടി കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾ ആ വിഷയത്തെ ഓർത്ത് ആനന്ദിപ്പീൻ. ആരോട് പറയുന്നു? ആര് പറഞ്ഞു? എന്ത് പറഞ്ഞു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സ്വർഗത്തിലുള്ളവരോട് പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് വന്ന ദൂതൻ പറഞ്ഞു, ആനന്ദിക്കാൻ പറഞ്ഞു. ഒരു കൂട്ടർ നിലവിളിക്കുന്നു. നിലവിളിക്കുന്നത് കേട്ടിട്ട് ഇങ്ങോട്ട് വരാം. 10-ാം വാക്യം.
അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോനെ, യെസ് ബലമേറിയ പട്ടണമേ, യെസ്. 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും. അപ്പോൾ നഗരമാണ്, പട്ടണമാണ്, ന്യായവിധിയാണ്, 1 മണിക്കൂർ കൊണ്ട് വന്നതാണ്. വാക്യം 16. അയ്യോ അയ്യോ മഹാനഗരമേ, നേരിയ തുണിയും ധൂമ്രവർണ്ണവും കടും ചുവപ്പും ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളെ, ഇത്ര വലിയ സമ്പത്ത് 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ് ദുഃഖിക്കും. കരഞ്ഞ് ദുഃഖിച്ചു. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം വന്നു. മൂന്നാമത് 19 വാക്യം. അവർ തലയിൽ പൂഴി വാരിയിട്ടുകൊണ്ട് അയ്യോ അയ്യോ, കടലിൽ കപ്പലുള്ളവർക്ക് എല്ലാം തന്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞും ദുഃഖിച്ചും കൊണ്ട് നിലവിളിച്ചു. കപ്പൽ ഉടമസ്ഥർക്കും കപ്പൽ ജീവനക്കാർക്കും സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം ഈ പട്ടണം അത്ര മനോഹരവും വ്യാപാര വർധനവുള്ള പട്ടണമായിരുന്നു. 1 മണിക്കൂർ കൊണ്ട് ന്യായവിധി വന്നപ്പോൾ ശൂന്യത വന്നു. നശിച്ചു പോയല്ലോ, ന്യായവിധി വന്നല്ലോ. ഈ പദങ്ങൾ താല്പര്യമുള്ളവർ വെളിപ്പാട് 18 വായിച്ചു നോക്കുക. വന്നല്ലോ. 6-ാം അധ്യായത്തിലൊരു കൂട്ടർ പറഞ്ഞു വന്നു. സിംഹാസനത്തിലിരിക്കുന്നതിൻ്റെ മുഖം കാണാൻ കഴിയാതെ വണ്ണം ദൈവകോപം വന്നു. കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണം ദൈവകോപം വന്നു. വരും എന്ന് മുന്നറിയിപ്പുണ്ടെങ്കിൽ വരും, ഉറപ്പായിട്ടും വരും. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, ഈ മഹാനഗരത്തിൻ്റെ നാശത്തിങ്കൽ, തകർച്ചയിൽ 3 വിഭാഗം ആൾക്കാർ കരഞ്ഞതായി നാം ഇപ്പോൾ കണ്ടു, അഥവാ കേട്ടു. കരഞ്ഞു. സ്തോത്രം, സ്തോത്രം. 21 വാക്യോടെ വായിച്ചു. പിന്നെ ശക്തനായ ഒരു ദൂതൻ തിരിക്കല്ലോളം വലുതായ ഒരു കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു പറഞ്ഞത്, ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞു കളയും, കാണുകയില്ല. ബാബിലോൺ മഹാനഗരത്തെ എറിഞ്ഞു കളയും, ഒരു കല്ലുപോലെ എറിഞ്ഞു കളയും. ആരും ഒറ്റിക്കൊടുത്തിട്ടല്ല, ആരും കുറ്റപ്പെടുത്തിയിട്ടല്ല, ആരും നഗരത്തെ ഉപദ്രവിച്ചിട്ടല്ല. അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്കെല്ലാം ദൈവത്തിൻ്റെ ഒരു നാൾ വന്നപ്പോൾ, ആ നാൾ ന്യായവിധിയുടെ നാൾ, ആ നാൾ ശിക്ഷണത്തിൻ്റെ നാൾ, ആ നാൾ ദൈവകോപത്തിൻ്റെ നാൾ. ദൈവകോപം എന്നൊരു നാൾ വരും. എത്ര ലളിതമായി സുവിശേഷങ്ങൾ എഴുതിയിട്ടുണ്ട്, ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പഴയ നിയമ പ്രവാചകന്മാരുടെ പ്രവചന പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് മൈൻഡ് ചെയ്യാതെ, ശ്രദ്ധിക്കാതെ, കേട്ട് വിശ്വസിക്കാതെ പുസ്തകത്തിന് മുമ്പിൽ തിരികെത്തിച്ച് വെച്ചാൽ ശിക്ഷണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നതല്ലാതെ, ദൈവകോപത്തിൻ്റെ ശക്തി കൂടുന്നതല്ലാതെ ഈ തിരികെത്തി വെച്ചുകൊണ്ട് ഗുണമൊന്നുമില്ല. പുസ്തകത്തെ ചുംബിച്ചതുകൊണ്ട്, പൂജിച്ചതുകൊണ്ട്, നെഞ്ചോട് ചേർത്ത് പിടിച്ചതുകൊണ്ട് ഗുണമൊന്നുമില്ല. ഗുണമൊന്നുമില്ലെങ്കിൽ ദോഷമുണ്ട്. ഈ പുസ്തകത്തെ അംഗീകരിച്ചതല്ലേ അതിൻ്റെ അടയാളം, ഈ പുസ്തകത്തെ അംഗീകരിച്ചതല്ലേ അതിൻ്റെ അടയാളം. എന്നിട്ട് എന്തോ ആ പുസ്തകത്തിൽ എഴുതിയിരുന്ന കാര്യം കണ്ടില്ല, നോക്കിയില്ല. പാപത്തിൻ്റെ നേരെ ദൈവത്തിൻ്റെ ക്രോധാഗ്നി ഉണ്ടെന്ന് കണ്ടില്ലേ? ഞാൻ തന്നെ ഇപ്പം എത്ര പ്രാവശ്യം പറഞ്ഞു, എത്ര ആഴ്ച പറഞ്ഞു, എന്തു പറഞ്ഞു? പുത്രനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവൻ ജീവനെ കാണുകയില്ല. അപ്പോൾ വിശ്വാസം, അനുസരണം, 2 ഡിമാൻഡ്. അടുത്ത വരി, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. മുന്നറിയിപ്പ്. അനുസരിച്ചില്ലെങ്കിൽ കോപം, വിശ്വസിച്ചാൽ നിത്യജീവൻ. എത്ര ലളിതമാണ് കാര്യം, എത്ര ലളിതമാണ്. അത് ആചാരമാണോ? അല്ല. ചടങ്ങാണോ? അല്ല. പാരമ്പര്യമാണോ? അല്ല. പഴമയാണോ? അല്ല. തഴക്കമാണോ? അല്ല. പഴക്കമാണോ? അല്ല.
ഓർക്കുക, ജന്മത്താൽ ആരും ഭക്തരല്ല. ഭക്തരായവർക്ക് കുഞ്ഞ് ജനിച്ചു എന്നതുകൊണ്ട് ഭക്തരല്ല. തിരിച്ചറിവുണ്ടാകുമ്പോൾ ആ കുഞ്ഞ് മാനസാന്തരപ്പെട്ടേ തീരൂ. മാനസാന്തരപ്പെടാനുള്ള മുഖാന്തരവും മാനസാന്തരപ്പെട്ട ശേഷമുള്ള ആ കുഞ്ഞിനെ സൂക്ഷിക്കാനുള്ള, പാപത്തിൽ വീഴാതെ കാക്കാനുള്ള നിയോഗവും ദൈവത്തിന് മാത്രമുള്ളതാണ്. പക്ഷേ ഇവൻ്റെ അനുവാദം, ഇവൻ്റെ ആവശ്യം ദൈവമുമ്പാകെ അറിയിക്കണം. അതാണ് അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനെന്നാണ്, പാവം ഏറ്റുപറയുന്ന ഏവനെന്നാണ്. പാവം ഏറ്റുപറയണം, വിളിച്ചപേക്ഷിക്കണം, യേശുവിനെ സ്വീകരിക്കണം. അവനും ഭക്തനായ മകൻ, ഒരാളുടെ മകന് ദൈവത്തിങ്കിലേക്ക്, സൃഷ്ടാവിലേക്ക് അടുത്ത് ചെല്ലാനുള്ള പാലം വേറെയില്ല. ഈ ഒറ്റ പാലമുള്ളൂ. ഇവനും ദൈവത്തിനും ഇടയിൽ യേശുക്രിസ്തു എന്ന പാലം. അത് മതമല്ല, മതമല്ല, മതമല്ല. ആ പാലം വഴി കയറാം. പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഇങ്ങനെ ഈ നിലവിളി ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് എന്താ നടക്കേണ്ടത്? ആനന്ദം. അല്പമെങ്കിലും ചിന്താബോധമുള്ള, ബൈബിൾ ഇത്തിരിയെങ്കിലും വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരായ ആകമാന സഹോദരങ്ങളോട്, ഉയർന്നവരും താണവരും അല്ലാത്തവരുമായ എല്ലാവരോടുമായി ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയട്ടെ. 18-1 ഒന്ന് വായിച്ച്. അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. ആ അധികാരമുള്ള ദൂതനാണ് ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. ആ ദൂതനാണ് പറഞ്ഞത് സ്വർഗമേ എന്നുള്ള വിളി. അവൻ ഭൂമിയിലാണ്. ഈ ദൂതൻ സ്വർഗത്തിൽ നിന്ന് വന്നതാണ്, ദൈവം അയച്ചിട്ട് വന്നതാണ്, ദൈവ കൽപ്പനയാൽ വന്നതാണ്. ഒരിക്കലൊരു ദൂതൻ ഒരു പെൺകുട്ടിയോട് പറഞ്ഞു, ഞാൻ ദൈവസന്നിധിക്കുന്ന ഗബ്രിയേലാകുന്നു. ഒരു പുരോഹിതനോട് ഒരിക്കൽ പറഞ്ഞു, ഞാൻ ദൈവസന്നിധിക്കുന്ന ഗബ്രിയേലാകുന്നു. അത് മറ്റൊരു ദൂതൻ്റെ കാര്യം, മറ്റൊരു സംഭവം. അപ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നവരെ ദൈവം അയക്കുമ്പോൾ വരുന്ന കമാൻഡിങ് ആണത്. ആ കമാൻഡിങ്ങിൽ പറഞ്ഞതാണ്, അവൻ വന്നപ്പോൾ ഭൂമി പ്രകാശിച്ചു. അവൻ പറഞ്ഞ സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരേ ആനന്ദിപ്പീ. സ്വർഗത്തിൽ ആനന്ദം കുറവായതുകൊണ്ടാണോ? എനിക്ക് പിടി കിട്ടുന്നില്ല പ്രിയരെ. സ്വർഗത്തിൽ സന്തോഷമില്ലാഞ്ഞിട്ടാണോ? സമാധാനമില്ലാഞ്ഞിട്ടാണോ? പ്രശ്നമുഖരിതമായ ഒരു സ്ഥലമായതുകൊണ്ടാണോ? അല്ല, 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 അല്ല. പിന്നെ എന്താണ്? നിങ്ങൾ ഒരുപാട് സഹിച്ചു കയറിയവരാണ് ഇവിടെ വന്നതേ. ഒത്തിരി സഹിച്ചിട്ട് വന്നതാ. ആ സഹിച്ചിട്ട് വന്നവരായ നിങ്ങളോട് പറയാനുള്ള സുവാർത്തയാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നതല്ല, അത്ഭുതം പറയുന്നത്. സുവാർത്തയാണത്. അതെന്താണ്? നിങ്ങളെ വിവിധ നിലകളിൽ പ്രാകൃതമായി പീഡിപ്പിച്ച, വിഷമിപ്പിച്ച, വിഗ്രഹാരാധനയ്ക്ക് വേണ്ടി നിങ്ങളെ പ്രേരിപ്പിച്ച, നെബൂഖദ്നേസർ രാജാവിൻ്റെ ബിംബം നാട്ടിയിട്ട്, അതിൻ്റെ സ്വർണ്ണബിംബം നാട്ടിയിട്ട് നമസ്കരിക്കണമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ച ആ പീഡയെല്ലാം കിടന്ന വിശുദ്ധന്മാരെ അതിനകത്തുണ്ട്. ഈ വിശുദ്ധന്മാരെന്ന് പറഞ്ഞ ആ ഒരൊറ്റ വാക്കിനകത്ത് ഗണം ഓർത്ത് വെച്ചോളി. പഴയ നിയമ ഭക്തന്മാരായിരുന്ന വിശുദ്ധന്മാരല്ല. യേശു ഭൂമിയിൽ സഭയെടുക്കപ്പെട്ടപ്പോൾ ഭൂമിയിൽ അതുവരെ കർത്താവിൻ്റെ ജനമായിരുന്ന സഭകളിലെ മക്കൾ എല്ലാം കർത്താവിൻ്റെ ജനമാകണമെങ്കിൽ ജന്മത്താൽ സാധ്യമല്ല. മറിച്ച് ജനിച്ച് തിരിച്ചറിവ് വന്നപ്പോൾ, അത് പുരോഹിതൻ്റെ മകനായാലും പാസ്റ്ററുടെ മകനായാലും സാധാരണക്കാരുടെ മകനായാലും തിരിച്ചറിവ് വന്നപ്പോൾ യേശുവിനെ സ്വീകരിച്ച് വീണ്ടും ജന്മം പ്രാപിച്ച, പാവം ഉപേക്ഷിച്ച, മാനസാന്തരപ്പെട്ട ആ ജനം, അവർക്ക് ദൈവം ഇട്ടുകൊടുത്ത പേരാണ് ഇസ്രായേലിന് ഇസ്രായേൽ എന്ന് പേരിട്ട് ദൈവമായിരിക്കുന്നത് പോലെ അങ്ങനെയുള്ളവർക്ക് ദൈവം ഇട്ടുകൊടുത്ത പേരാണ് വിശുദ്ധന്മാർ.
ആ വിശുദ്ധന്മാരായ സഭാജനം, പഴയ നിയമ ഭക്തന്മാരിൽ വിശുദ്ധന്മാരായ ജനം, ഇവർ രണ്ടുപേരുടെ ഒന്നിച്ച് ചേർത്ത് പറയാണ്, സ്വർഗമേ വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരേ. ഈ മൂന്ന് വിഭാഗം ആൾക്കാരെ എടുത്തു പറയാൻ എന്താണ് പ്രത്യേക കാരണം? വിശുദ്ധന്മാരെന്ന് പറഞ്ഞപ്പോൾ എല്ലാ ഗണവും അതിൽ പെട്ടതാണ്. പക്ഷേ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും അതിൽ കുറച്ച് ദൈവത്തിൻ്റെ നിയോഗം പ്രാപിച്ച, വെളിപ്പാടുകൾ പ്രാപിച്ച ശുശ്രൂഷകർ ഗണത്തിൽ മുമ്പിൽ നിന്നവരാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ മൂന്ന് കൂട്ടരെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ ആനന്ദിപ്പീൻ, നിങ്ങൾ ആനന്ദിപ്പീൻ. ഓർത്ത് നോക്കിക്കേ, ഇപ്പോൾ ഇത് നടക്കുമ്പോൾ സഭ ഭൂമിയിലോ സ്വർഗത്തിലോ. ഇനിയെങ്കിലും പറയരുത് സഭ മഹാപീഠത്തിൽ കൂടെ പോകുമെന്ന്. പറയരുത്. പോകത്തില്ല, പോകത്തില്ല. 4-ാം അധ്യായത്തിൽ വെളിപ്പാട് നിങ്ങൾ വായിച്ചാൽ കാണാം. ഇപ്പം അത് വായിപ്പിക്കുന്നൊന്നുമില്ല, വായിച്ചാൽ കാണാം. അവിടെ 24 മൂപ്പന്മാർ, ഇതുപോലെ ഗണങ്ങളൊക്കെ അവിടെയുണ്ട്. 3-ാം അധ്യായത്തിലൂടെ ഭൂമിയിലെ സഭയുടെ ചരിത്രം എഴുതി കഴിഞ്ഞു. 4-ാം അധ്യായത്തിൽ സഭ സ്വർഗാരോഹണം ചെയ്തു. അവിടെ മുതൽ ഇങ്ങോട്ട് സഭ സ്വർഗത്തിലാണ്. പിന്നെ ഇവിടെ നടക്കുന്ന കാര്യമെല്ലാം മഹാപീഠ കാര്യങ്ങളെ കുറിച്ചാണ്. വെളിപ്പാട് പുസ്തകം 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ അതിൻ്റെ അധ്യായങ്ങളാണ്. ഈ സിസ്റ്റത്തിൽ, ഈ ക്രമത്തിൽ, ഈ ചട്ടത്തിൽ അത് പഠിക്കുന്നില്ലെങ്കിൽ, സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നിൻ്റെ ചട്ടങ്ങൾ കൃത്യമായി ആചരിക്കേണ്ടത് ഞാൻ എനിക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നു. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ചട്ടങ്ങളാകും. ചട്ടം പൗലോസ് എഴുതിയപ്പോൾ തിമോത്തിയോസിനെ കൊണ്ട് തിമോത്തിയോസിൽ എഴുതിയപ്പോൾ എഴുതി, നാം ഒത്തിരി പോരാടിയിരുന്നുവെങ്കിലും ചട്ടപ്രകാരം വന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവരാജ്യത്തിലെത്താൻ പറ്റുന്നില്ല, അഥവാ കിരീടം പ്രാപിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അതിനർത്ഥം കിരീടമില്ലാതെ സ്വർഗമില്ല. സ്വർഗത്തിൽ വരണമെങ്കിൽ ചട്ടം പാലിക്കണം. ചട്ടം പാലിച്ചില്ല. അപ്പോൾ ചട്ടപ്രകാരം വേണം കാര്യങ്ങൾ നോക്കാം. ഇതുപോലെ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ് ചട്ടം ഉള്ളതാണത്. ആ ചട്ടത്തിൽ സഭായുഗം കഴിഞ്ഞാൽ പിന്നത്തെ യുഗമാണ് ഈ മഹാപീഠ യുഗം. ആ യുഗത്തിൽ ഇവരെവിടെയാണ്? ഇതാണ് അവതരിപ്പിക്കുന്ന പ്രധാന കാര്യം. അവർ സ്വർഗത്തിലാണ്. ആരൊക്കെ? പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ, വിശുദ്ധന്മാർ. അവരോട് പറയുന്നത് എന്താണ്? എന്തിനാണ് ഇത് പറയുന്നത്? അതെ, ദൈവം നീതിയുള്ള ദൈവമാണെന്ന് നിങ്ങൾ അറിയണം. ദൈവം വിശ്വസ്തനായ ദൈവമാണെന്ന് നിങ്ങൾ അറിയണം. ദൈവം വിശുദ്ധനാണെന്ന് നിങ്ങൾ അറിയണം. ദൈവം സത്യവാനാണെന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് ദ്രോഹം ചെയ്ത, ദോഷം ചെയ്ത, പീഡനം ചെയ്ത ആൾക്കാർക്ക് ദൈവം ന്യായം വിധിച്ചു. ഇതാണ് 18-20 വായിച്ചത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഈ കാര്യത്തിൽ 3 പേരുടെ നിലവിളി എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. വായിച്ചതിൻ്റെ ഒന്നും കൂടെ തന്നെ അതിൻ്റെ മറ്റൊരു വാക്യം കൂടെ ചേർത്ത് 9-ഉം 10-ഉം വായിക്കണം. 9-ഉം 10-ഉം 18-ൻ്റെ 9-ഉം 10-ഉം. അവളോടുകൂടെ വേശ്യാസംഗം ചെയ്ത് പുളച്ചിരിക്കുന്ന ഭൂരാജാക്കന്മാർ അവളുടെ പീഡ നിമിത്തം ഭയപ്പെട്ട്. ഇന്നത്തെ ഭൂരാജാക്കന്മാർ, സമയമില്ലാത്തതുകൊണ്ട് അതിനിടയ്ക്ക് കയറി പറയുക. ഭൂരാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ ആരാണത്? ഒരാളല്ല, ഒന്നിലധികം പേര്. അതാരാണ്? ഭൂരാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഭരണാധികാരികൾ. ഭൂമിയിലെ ഭരണാധികാരികൾ. ഭരണാധികാരികളായിരിക്കുന്നവർ ഇവൻ്റെ ഈ വലിപ്പം കണ്ടപ്പോൾ, ഇവൻ്റെ തിളക്കം കണ്ടപ്പോൾ, ഇവൻ്റെ ഈ പ്രസരിപ്പ് കണ്ടപ്പോൾ, ഇതൊക്കെയാണ് നല്ല കാര്യങ്ങളെന്ന് വിചാരിച്ച് അവനെ തോളിലേറ്റി അവൻ്റെ 29 ഐറ്റം വസ്തുക്കൾ വാങ്ങി മറ്റ് രാജ്യങ്ങൾക്ക് സപ്ലൈ ചെയ്ത് അനേകർ ലാഭം ഉണ്ടാക്കി. അപ്പോൾ അവർ എല്ലാവരുടെ കൂടി പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു? ബാക്കി ഭൂരാജാക്കന്മാർ അവളുടെ പീഡ നിമിത്തം ഭയപ്പെട്ട് ദൂരത്ത് നിന്നുകൊണ്ട്. അടുത്തൊന്നും വരുന്നില്ല, മറ്റേ നേരത്തെ തൊട്ടടുത്ത് വരുമായിരുന്നു. അവളുടെ ദഹനത്തിന്റെ പുക കാണുമ്പോൾ അവളെ ചൊല്ലി കരഞ്ഞും മാറത്തടിച്ചുകൊണ്ട്. കരഞ്ഞു മാറത്തടിച്ചു. കണ്ടോ? ഈ പട്ടണത്തെ ചൊല്ലി വമ്പന്മാരായവർ, നാടൻ ഭാഷയിൽ പറഞ്ഞ കൊമ്പന്മാരായവർ, അതിലെ രാജാക്കന്മാരെന്ന് പറഞ്ഞ് കേട്ടോ, കരഞ്ഞും ദുഃഖിച്ചും കൊണ്ട് മാറത്തടിച്ചു. അവർക്കെന്തെങ്കിലും അന്നേരം സംഭവിച്ചിട്ടല്ല, ആ പട്ടണത്തിൻ്റെ നാശം കണ്ടപ്പോൾ. ഞാൻ ചിലപ്പോഴും ഇത് വായിക്കുമ്പോൾ ഇങ്ങനെ ഓർക്കും, ഇന്ന് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്ന
ഗാസയുടെ നാശം കാണുമ്പോൾ, റഷ്യ യുദ്ധം ചെയ്യുന്ന ആ നാശം അനുഭവിക്കുന്ന രാജ്യം കാണുമ്പോൾ ആർക്ക് എന്നാ പ്രയാസമുള്ളേ? ഇതിനേക്കാളൊക്കെ ഭീകരമായിരുന്നു ഈ കാര്യം. ഭീകരമാകാൻ വരുന്നതേ ഉള്ളൂ ഈ കാര്യം. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാലേ ഇതിനേക്കാൾ അധികം ഇത് ലളിതമാക്കാൻ വേറെ മലയാളത്തിൽ സാധ്യമല്ല. മനസ്സിലാകുന്ന രീതിയിലാണ് പറയണേ. ഇസ്രായേൽ യുദ്ധം ചെയ്തപ്പോൾ പലായനം ചെയ്ത അഭയാർത്ഥികളെ പോലെ വീട് വിട്ട് നാട് വിട്ടു പോയ ലക്ഷങ്ങൾ, റഷ്യയുടെ യുദ്ധത്തിൽ ഉക്രൈൻ രാജ്യത്തിൽ നിന്ന് വീട് വിട്ട് നാട് വിട്ടുപോയ എത്രയോ അഭയാർത്ഥികളായ ആൾക്കാർ, അതെല്ലാം കാണുമ്പോൾ എങ്ങനെ ചുമ്മായിരിക്കാൻ കഴിയും? കർത്താവേ, രക്ഷയ്ക്ക് ഈ കാര്യത്തിലൊരു സമാധാന അന്തരീക്ഷത്തിൽ സുബോധം നൽകണമേ. കർത്താവേ, പാകിസ്ഥാന് അല്ലെങ്കിൽ ഇസ്രായേലിന് ഒരു സമാധാന സുബോധം നൽകണമേ. ആളെ കൊന്നുള്ള യുദ്ധം വേണ്ടെന്ന് അവർക്കൊരു ഓർമ്മ നൽകണമേ. അവർക്ക് തമ്മിൽ പിതാക്കന്മാർ തമ്മിൽ വൈരമുണ്ട്. ഞാൻ ആ ഭാഗം വിടട്ടെ, എൻ്റെ വിഷയം അതല്ലല്ലോ. ഇത് കണ്ടപ്പോൾ ഇവർ മാർത്തടിച്ച് നിലവിളിച്ചു. നിങ്ങൾ കേട്ടോ? ഇത് നിങ്ങൾ 16-ാം വാക്യം ഒന്ന് കേട്ടു നോക്കിക്കേ വേഗത്തിൽ. മഹാനഗരമേ, നേരിയ തുണിയും ധൂമ്രവർണ്ണവും കടും ചുവപ്പും ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളെ. ഓ, എത്ര സുഗന്ധ ദ്രവ്യങ്ങളോടുകൂടെ, വിലപിടിപ്പുള്ള ആഭരണാരാധികളോടുകൂടെ, വസ്ത്രങ്ങളോടുകൂടെ, രാജപ്രതിമയായി രാജമഹത്വമായിട്ടെന്ന പോലെ അണിഞ്ഞവളെ. ഇത്ര വലിയ സമ്പത്ത് 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു ദുഃഖിക്കും. എത്ര 1000 കോടി ഉണ്ടെങ്കിലും, എത്ര ലക്ഷം കോടി ഉണ്ടെങ്കിലും അതുകൊണ്ട് നിന്നെ സഹായിപ്പാൻ കഴിയാത്ത ഘട്ടം വരുമെന്നൊരു മുന്നറിയിപ്പ് അവിടെയുണ്ട്. ദൈവത്തിന് ഇടപെടലുണ്ടാകുമ്പോൾ, ദൈവത്തിൻ്റെ പിടി വീഴുമ്പോൾ, ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുമ്പോൾ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞ് ഓടിപ്പോകുക നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് പാവം പിടിച്ച യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചു. അവൻ്റെ പ്രസംഗത്തിൻ്റെ ഏകദേശം മധ്യഭാഗങ്ങളിൽ എത്തിയപ്പോഴേക്കും ഹെരോദ രാജാവ് അവനെ പിടിച്ച് തലഛേദിച്ച് കൊന്നു. അവൻ്റെ പ്രസംഗം കേൾക്കാൻ പലവട്ടം ഹെരോദ രാജാവ് പോയിട്ടുണ്ട്. പ്രസംഗം കേട്ട് ഹെരോദാവിന് സന്തോഷമുണ്ടായിട്ടുണ്ട്. ഒത്തിരി പ്രശംസനീയമായി അവനെ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ രഹസ്യവേഴ്ചയിലെ ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട് ഹെരോദ രാജാവ് ഇവൻ്റെ തല ഒരു തളികയിൽ ആ സ്ത്രീയുടെ അഭിലാഷം നിവർത്തിക്കാൻ കൂട്ടിക്കൊടുത്തു. എനിക്കെൻ്റെ വിഷയത്തിൽ നിന്ന് പോകാതിരിക്കാൻ, അതല്ല സംഭവം. എൻ്റെ വിഷയം അതല്ല. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒരു കാലത്ത് ചെയ്തു കൂട്ടാം, പക്ഷെ പിടിവീഴും. ഭൂമിയിൽ ചൊരിഞ്ഞിട്ടുള്ള വിശുദ്ധന്മാരുടെ ഓരോ തുള്ളി രക്തത്തിനും ദൈവം കണക്ക് കൃത്യമായി ചോദിക്കുമെന്ന് എഴുതപ്പെട്ട ഒരു പുസ്തകമായത്. ഓരോ തുള്ളി ചോരയ്ക്കും കണക്ക് ചോദിക്കും. ഓക്കെ, കർത്താവ് നിങ്ങൾക്ക് മനസ്സിലാകാൻ കൃപ നൽകട്ടെ. ആ 18-ാം അധ്യായം അതിൻ്റെ ഒടുവിലത്തെ വാക്യത്തിലാന്ന് തോന്നുന്നു. ഒന്ന് വായിച്ചു നോക്കി. പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിലല്ലോ കണ്ടത്. പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമി വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും എന്ന് പറഞ്ഞ ഇവിടെ എല്ലാവരും ഉദ്ദേശിക്കുന്നത് ദൈവജനമായ വിശുദ്ധരുടെ സംഘത്തെയാണ്. എല്ലാവരുടെയും രക്തം അവളിലല്ലോ കണ്ടത്. ഈ ബാബേൽ പട്ടണത്തിലെ, ഈ ബാബേൽ സംസ്ഥാനത്തിലല്ലോ കണ്ടത്. ദൈവം കണക്ക് ചോദിക്കും. എല്ലാവർക്കും വിട്ടുമാറാം, അവൾ കണക്ക് പറയേണ്ടി വരും. നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മൾ മാറത്തടിച്ച് കരഞ്ഞു എന്നുള്ള കാര്യം കേട്ടല്ലോ. 16-ാം വാക്യം അതിന് 15 കൂടെ ചേർത്തും വായിച്ച് വേഗം അവസാനിപ്പിക്കണം. ഈ വക കൊണ്ട് വ്യാപാരം ചെയ്ത് അവളാൽ സമ്പന്നരായവർ, ഈ പട്ടണത്താൽ സമ്പന്നരായവർ, ഈ
സംസ്ഥാനത്താൽ സമ്പന്നരായവർ ആയവർ അവൾക്കുള്ള പീഡ ഭയപ്പെട്ട് അവൾക്കുള്ള പീഡ ഭയപ്പെട്ട്, അതായത് ഈ പട്ടണത്തിൽ വന്ന പീഡ ഭയപ്പെട്ട് ദൂരത്ത് നിന്നു. അയ്യോ അയ്യോ മഹാനഗരമേ, നേരിയ തുണിയും ധൂമ്രവർണ്ണവും കടുംചുവപ്പും ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളെ, ഇത്ര വലിയ സമ്പത്ത് 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു ദുഃഖിക്കും. ഇനി അതിന്റെ 19ാമത്തെ വാക്യം. അവ തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് അയ്യോ അയ്യോ, കടലിൽ കപ്പലുള്ളവർക്ക് എല്ലാം തന്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം, സമ്പത്ത് വർദ്ധിപ്പിച്ച, വ്യാപാരത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച, ഇവിടെ നിന്ന് വാങ്ങി അപ്പുറം കൊണ്ടുപോയി കൊടുത്താൽ വലിയ വ്യത്യാസം. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സ്വർണം വാങ്ങി ഇന്ത്യയിൽ കൊണ്ടുവന്ന വലിയ വ്യത്യാസം. ഇതുപോലെ ധാരാളം പേർക്ക് ധനമുണ്ടാകാൻ ഉപയോഗമായ ഈ നഗരം പ്രസരിപ്പോടുകൂടെ തലയെടുപ്പോടുകൂടെ നിന്നു. എന്നിട്ട് അവരെന്താ പറഞ്ഞത്? പറഞ്ഞ ഭാഗം ആ വാക്യത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയി. 3 കൂട്ടരും പറഞ്ഞ ഒറ്റ കാര്യമാ, 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ. 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ. മറ്റൊരു വാക്യത്തിൽ ന്യായവിധി വന്നല്ലോ. എൻ്റെ പ്രിയരെ, സ്തോത്രം. ബൈബിളിലെ 66 പുസ്തകങ്ങളിലെ വെളിപ്പാട് പുസ്തകം പ്രവചനത്താക്കോലാണെന്ന് പഠിതാക്കന്മാരായ ഭക്തന്മാർ, ദൈവശാസ്ത്രജ്ഞന്മാർ അംഗീകരിച്ച് സമ്മതിച്ചുള്ള കാര്യമാണത്. അങ്ങനെയുള്ള ഈ പ്രവചനത്താക്കോൽ എന്ന പുസ്തകം തുറക്കുമ്പോൾ വായിച്ചു വരുന്ന ഒരു പഠിതാവിന്, ചിന്തകന് കാണാൻ കഴിയുന്നത്, കേൾക്കാൻ കഴിയുന്നത് ഒരു വലിയ ഭീകരമായ കാര്യമാണ്. ഇതാണ് അക്ഷരീക ബാബിലോൺ. 17-ാം അധ്യായത്തിൽ വായിക്കുന്നത് മാർമിക ബാബിലോൺ എന്ന് പറയുന്നത് ആത്മീകാർത്ഥത്തിൽ അതിനെ മാറ്റണം. അത് വിശേഷജ്ഞാനമുള്ളവർക്കേ പറ്റുള്ളൂ എന്ന് അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. വിശേഷജ്ഞാനം എന്ന് പറയുന്നത് ഇവിടുത്തെ ഏതെങ്കിലും ജ്ഞാനത്തിൻ്റെ മേജറായ അനുഭവമല്ല, മറിച്ച് ദൈവിക ജ്ഞാനം പ്രാപിച്ച, അതാണ് വിശേഷജ്ഞാനം. വിശേഷജ്ഞാനമുള്ളവർക്ക് മാത്രം മനസ്സിലാകുന്നതാണത്. അവരത് വ്യാഖ്യാനിക്കുകയും വേണം, അവരത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. അപ്പോൾ 17-ാം അധ്യായത്തിലെ ബാബിലോൺ മാർമിക ബാബിലോൺ, 18-ാം അധ്യായത്തിലെ ബാബിലോൺ അക്ഷരീക ബാബിലോൺ. ആ ബാബിലോൺ ഇപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് കൃത്യം പറയാൻ കഴിയാതെ വണ്ണം അത് കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ആരും അതിനകത്ത് പിന്നെ ശ്രദ്ധിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. എങ്കിലും എൻ്റെ അന്വേഷണത്തിൻ്റെ പരമാവധിയിലെത്തിയപ്പോൾ കേട്ടറിവ് ഇറാഖാണ് ആ ബാബിലോൺ. ആകട്ടെ അല്ലാതിരിക്കട്ടെ, എനിക്കത് വിഷയമല്ല. ഈ സംഭവം നടക്കണം, അത് നടക്കും. അത് നടക്കുമ്പോൾ 3 കൂട്ടർ ഭൂമിയിൽ നിലവിളിക്കുന്നു. 3 രാജ്യക്കാരോ അല്ലെങ്കിൽ 3 ഗ്രൂപ്പുകാരോ 3 മുതിർന്ന ഭരണാധികാരികളായ മേലധികാരികൾ നിലവിളിക്കുന്നു. 3 കൂട്ടരോട് പറഞ്ഞു, ആനന്ദിക്കുക. ഇത് വിശ്വസിക്കാൻ തയ്യാറായ ഒരമ്മച്ചി, ഒരപ്പച്ചൻ, ഒരു സഹോദരി, ഒരു സഹോദരൻ, ഈ വേദഭാഗം ശരിയാണെന്ന് വിശ്വസിക്കുന്നതായ ആൾക്കാരാണെങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഈ നിലവിളിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ നിൽക്കുമോ? ആനന്ദിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ കാണുമോ? ആനന്ദിക്കുന്നവർ സ്വർഗത്തിലാണ്, നിലവിളിക്കുന്നവർ ഭൂമിയിലാണ്. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് വേണമെന്ന് ഈ പുസ്തകം പറഞ്ഞിട്ടുണ്ട്. ഞാനത് പറഞ്ഞിട്ടുണ്ട്. എന്നെ വിളിക്കുന്നവരോട് ഞാനത് പറയാറുണ്ട്. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഗോഡ് ബ്ലെസ് യു.